നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോറിലേഷൻ വെച്ചാണ്. കോറിലേഷൻ ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ബൈവേരിയറ്റ് ഡാറ്റ എന്താണെന്ന് പറയാം. അപ്പോൾ നമ്മൾ മീൻ, മീഡിയൻ, മോഡ്, അങ്ങനെ സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, സ്ക്യൂനെസ്, കട്ടോസസ് ഒക്കെ പഠിക്കാൻ നേരം നമ്മൾ ഡാറ്റ പറഞ്ഞ ഇങ്ങനെയാണ്. ഇപ്പം അരിത്മെറ്റിക് മീൻ ഫ്രം റോ ഡാറ്റ ആണെങ്കിൽ നമ്മൾ പറയും ലെറ്റ് x1, x2 എക്സെട്ര xn ബി എൻ ഒബ്സർവേഷൻസ് എന്ന് പറയും. അതായത് ഇപ്പോൾ ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് ആണെങ്കിൽ x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കുട്ടിയുടെ ഹൈറ്റ്, x2 സെക്കൻഡ് സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റ്, അങ്ങനെ xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ യൂണിവേരിയേറ്റ് ഡാറ്റ എന്ന് പറയും. യൂണിവേരിയേറ്റ് ഡാറ്റ ഓക്കെ. ഇനി നമ്മളിപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ ഇത് x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റാണ്, x2 സെക്കൻഡ് സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റാണ്. അങ്ങനെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു. ഇപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റിനൊപ്പം വെയിറ്റും കൂടെ മെഷർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ x1 y1 എന്ന് പറയും. അതായത് ഫസ്റ്റ് സ്റ്റുഡൻറ്റിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും. അതിൽ x1 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഫസ്റ്റ് സ്റ്റുഡൻറ്റ്, y1 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദി ഫസ്റ്റ് സ്റ്റുഡൻറ്റ്. അപ്പോൾ x1 y1. പിന്നെ സെക്കൻഡ് സ്റ്റുഡൻറ്റിൻ്റെ ഹൈറ്റ്, സെക്കൻഡ് സ്റ്റുഡൻറ്റിൻ്റെ വെയിറ്റ്. അപ്പോൾ x2 ഇസ് ദ ഹൈറ്റ് ഓഫ് ദി സെക്കൻഡ് സ്റ്റുഡൻറ്റ്, y2 is the weight of the second student, etc. x. ഓക്കെ. അപ്പോൾ രണ്ട് വേരിയബിൾ കൺസിഡർ ചെയ്യുന്ന ഡാറ്റ ബൈവേരിയറ്റ് ഡാറ്റ, ഒറ്റ വേരിയബിൾ കൺസിഡർ ചെയ്യുന്ന ഡാറ്റ യൂണിവേരിയറ്റ് ഡാറ്റ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ x1 ഇതിൻ്റെ അകത്ത് തന്നെ ഹൈറ്റ് തന്നെ ആയിട്ടെടുത്താൽ അത് നമുക്കൊരു യൂണിവേരിയറ്റ് ഡാറ്റ ആകും, വെയിറ്റ് തന്നെ എടുത്താൽ അത് മറ്റൊരു യൂണിവേരിയറ്റ് ഡാറ്റ ആകും. ഓക്കെ. അപ്പം നമുക്ക് സാധാരണ യൂണിവേരിയറ്റ് ഡാറ്റയ്ക്ക് എടുക്കുന്ന സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, സ്ക്യൂനെസ്, കർട്ടോസസ് എല്ലാം ഈ ഓരോ യൂണിവേരിയറ്റ് ഡാറ്റയ്ക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇനി കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ എന്നുള്ളതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബൈവേരിയറ്റ് ഡാറ്റയിലെ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുവാണ്. അപ്പോൾ നമുക്കൊരു ബൈവേരിയറ്റ് ഡാറ്റ വേണമെങ്കിൽ നമുക്ക് രണ്ട് വേരിയബിൾസ് കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ രണ്ട് വേരിയബിൾസിനെ നമ്മൾ വിളിക്കുന്നത് x എന്നും y എന്നുമാണ്. ഇപ്പോൾ x ഹൈറ്റ്, y വെയിറ്റ് ആവാം, x പ്രൈസ്, y ഡിമാൻഡ് ആവാം, അങ്ങനെ. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ x ഹൈറ്റും y വെയിറ്റും ആണെങ്കിൽ നമുക്കറിയാം ഹൈറ്റ് കൂടുമ്പം വെയിറ്റ് കൂടും. ഓക്കെ. അപ്പോൾ എ ചേഞ്ച് ഇൻ വേരിയബിൾ x റിസൾട്ട്സ് ഇൻ എ ചേഞ്ച് ഇൻ വേരിയബിൾ y. അപ്പോൾ അതുപോലെ ഇപ്പോൾ x പ്രൈസും y ഡിമാൻഡും ആണെന്ന് വിചാരിക്കുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പ്രൈസ് കൂടുമ്പം ഡിമാൻഡ് കുറയും. അതായത് ഒരു വേരിയബിളിൻ്റെ ചേഞ്ച് മറ്റേ വേരിയബിളിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് വേരിയബിളും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ കോറിലേഷനിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സ് വൈ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ ഒരു നമ്പറായിട്ട് മെഷർ ചെയ്യുവാണ്. അപ്പോൾ ഇൻ പർട്ടിക്കുലർ വി ആർ മെഷറിംഗ് ദ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു വേരിയബിൾസ്. സോ കോറിലേഷൻ can be defined as a numerical measure of the extent of linear relationship between the two variables. ഒരു വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ അതനുസരിച്ച് മറ്റേ വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് വേരിയബിൾസ് കോറിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേഞ്ച് പല രീതിയിൽ സംഭവിക്കാം. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, അഥവാ എക്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ദ ടു വേരിയബിൾസ് ആർ പോസിറ്റീവ്ലി കോറിലേറ്റഡ് എന്ന് പറയും. പോസിറ്റീവ്ലി കോറിലേറ്റഡ്. അപ്പോൾ പോസിറ്റീവ്ലി കോറിലേറ്റഡ് എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾസും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ ഇൻക്രീസ് ചെയ്യുന്നു, എക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ വൈ ഡിക്രീസ് ചെയ്യുന്നു. ഇനി എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യാം. എക്സാമ്പിൾ പ്രൈസും ഡിമാൻഡും. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ദ ടു വേരിയബിൾസ് ആർ നെഗറ്റീവ്ലി കോറിലേറ്റഡ്.
അതായത് ദ ടു വേരിയബിൾസ് മൂവ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ദേ ആർ നെഗറ്റീവ്ലി കോറിലേറ്റഡ്. ഓക്കെ, അപ്പോൾ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആർ സെറ്റ് ടു ബി പോസിറ്റീവ്ലി കോറിലേറ്റഡ് ഇഫ് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വൺ വേരിയബിൾ റിസൾട്ട്സ് ഇൻ ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദി അതർ. ഇനി ടു വേരിയബിൾസ് ആർ നെഗറ്റീവ്ലി കോറിലേറ്റഡ് when the increase or decrease in one variable results in the decrease or increase in the other. അപ്പോൾ പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആവുന്ന വെച്ചാൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ എക്സ് റിസൾട്ട്സ് ഇൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വൈ. നെഗറ്റീവ്ലി കോറിലേറ്റഡ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ when increase or decrease in x results in decrease or increase in y. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ എക്സ് ഇൻക്രീസ് ചെയ്യുമ്പം പോസിറ്റീവ്ലി കോറിലേറ്റഡിൽ എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ ഇൻക്രീസ് ചെയ്യുന്നു, എക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ വൈ ഡിക്രീസ് ചെയ്യുന്നു. നെഗറ്റീവ്ലി കോറിലേറ്റഡിൽ എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ ഡിക്രീസ് ചെയ്യുന്നു, എക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ വൈ ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. അടുത്തത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷനാണ്. ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. ഓക്കെ, അപ്പോൾ ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ ലീനിയർ ആണെങ്കിൽ ഇറ്റ് ഈസ് ലീനിയർ കോറിലേഷൻ, അല്ലെങ്കിൽ നോൺ ലീനിയർ. അത്രയേ ഉള്ളൂ അതിൻ്റെ ഐഡിയ. പക്ഷെ നമ്മൾ ഡെഫിനിഷൻ വേണമെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ചേഞ്ച് ഇൻ എക്സ് അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ദ വേരിയബിൾസ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. അതായത് ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ എക്സും വൈയുള്ള റിലേഷൻ ഇപ്പോൾ എ എക്സ് പ്ലസ് ബി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ വൈയുടെ വാല്യൂ y1-ന് ax1 പ്ലസ് ബി, വൈയുടെ വാല്യൂ y2-ന് ax2 പ്ലസ് ബി. അപ്പോൾ y1 മൈനസ് y2 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ y ആണ്. അത് നമുക്ക് കിട്ടുന്നത് a ഇൻറ്റു x1 മൈനസ് x2 ആണ്. അപ്പോൾ y1 മൈനസ് y2 ബൈ x1 മൈനസ് x2 y1 മൈനസ് y2 ബൈ x1 മൈനസ് x2 എന്ന് പറഞ്ഞാൽ നമുക്ക് a എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വാല്യൂസ് ഓഫ് ദ വേരിയബിൾസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇത് തിരിച്ചും ആവാം, x1 മൈനസ് x2 ബൈ y1 മൈനസ് y2 ആകാം. അപ്പോൾ that will again be a constant. അപ്പോൾ two variables, the correlation between two variables are said to be linear if the ratio of change in values of the variables is a constant. ഇനി അടുത്തത് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ ആണ്. മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും 3 മെത്തേഡ്സ് ആണ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് സ്കാറ്റർ ഡയഗ്രാം. സെക്കൻഡ് വൺ ഈസ് കാൾ-പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. Third one is Spearman's correlation coefficient. ആദ്യം നമുക്ക് സ്കാറ്റർ ഡയഗ്രാം എന്താണെന്ന് നോക്കാം. ഓക്കെ, സ്കാറ്റർ ഡയഗ്രാം വാട്ട് ഈസ് എ സ്കാറ്റർ ഡയഗ്രാം എന്ന് ചോദിച്ചാൽ ഒറ്റ ലൈനിൽ ആൻസർ പറയാനാണെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ വേ ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ. ഗ്രാഫിക്കൽ method of studying correlation. Okay, graphical method of studying correlation. നമ്മൾ പറഞ്ഞു, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ബൈവേരിയേറ്റ് ഡാറ്റ വെച്ചാണ്. ഓക്കെ, ഈ മൊഡ്യൂളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ബൈവേരിയേറ്റ് ഡാറ്റ വെച്ചാണ്. അതായത് നിങ്ങളുടെ നോട്ടിൻ്റെ ആദ്യം നിങ്ങൾ എഴുതിയത് ഇങ്ങനെയാണ്: ലെറ്റ് x1 y1 x2 y2 etc. xn yn be a bivariate data in the variable characteristics x and y എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബൈവേരിയേറ്റ് ഡാറ്റ ഇനി നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിൽ
ഒരു വേരിയബിൾ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ എക്സ് ആക്സിസിലെടുക്കും, അടുത്തതിൽ നമ്മൾ വൈ. ഇപ്പോൾ ഹൈറ്റും വെയിറ്റുമാണ്, ഹൈറ്റ് വെയിറ്റ് അല്ലെങ്കിൽ പ്രൈസ് ഡിമാൻഡ്, അങ്ങനെ ഒരെണ്ണം നമ്മൾ എക്സ് ആക്സിസിലെടുക്കും, ഒരെണ്ണം വൈ ആക്സിസിലെടുക്കും. എന്നിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന ഈ ഓരോ ഡേറ്റയും ഇപ്പോൾ x1 y1 എന്നുള്ളത് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു പോയിൻ്റ് കിട്ടും, x1 y1 എന്നൊരു പോയിൻ്റ് കിട്ടും. അതുപോലെ x2 y2. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു പോയിൻ്റ് കിട്ടും, x1 y1 എന്നൊരു പോയിൻ്റ് കിട്ടും. അതുപോലെ x2 y2, x3 y3, അങ്ങനെ നമ്മൾ ഓരോ പോയിൻറ്റ്സും പ്ലോട്ട് ചെയ്യണം. ഓക്കെ, ഈ പ്ലോട്ട് ചെയ്യുന്ന കിട്ടുന്ന ഈ ഡയഗ്രമാണ് സ്കാറ്റർ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കാറ്റർ ഡയഗ്രത്തിൻ്റെ ഡെഫിനിഷൻ പറയുവാണെങ്കിൽ let x1 y1 x2 y2 etc xn yn be a bivariate data. Plot these values on a graph by taking one characteristic along the x-axis and the other along the y-axis and plot the points. The graph so obtained is called scatter diagram. ഇതാണ് സ്കാറ്റർ ഡയഗ്രാം. ഇനി ഈ സ്കാറ്റർ ഡയഗ്രത്തിൽ നിന്ന് നമ്മളെങ്ങനെ കോറിലേഷൻ മനസ്സിലാക്കും എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ പ്ലോട്ട് ചെയ്തേക്കുന്ന പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നോക്കി, ഇതൊരു ലൈനിൻ്റെ ചുറ്റുമാണ് ഇത് കിടക്കുന്നത്. നമ്മൾ പോയിൻറ്റ്സ് മാത്രമായിട്ട് നോക്കുമ്പം ഒരു ലൈൻ പോലെയാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് പറയാം എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ ലീനിയർ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ if in a scatter diagram the points cluster around a line, we can say the relationship between x and y is linear. ഇനി ഇവിടെ മറ്റൊരു കാര്യം, ആസ് എക്സ് ഇൻക്രീസസ്, എക്സ് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ ഇൻക്രീസ് ചെയ്യുന്നു. സോ ഇത് ലീനിയർ ആണെന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് പോസിറ്റീവ് ലീനിയർ. പോസിറ്റീവ് കോറിലേഷനാണ്, അതിൻ്റെ കൂടെ ലീനിയറുമാണ്. സോ ദ റിലേഷൻഷിപ്പ് ഈസ് കോറിലേഷൻ ഈസ് പോസിറ്റീവ് ലീനിയർ. അപ്പോൾ എന്താണ്, ഇഫ് ദ പോയിൻറ്റ്സ് ഇൻ ദ സ്കാറ്റർ ഡയഗ്രാം ക്ലസ്റ്റർ അറൗണ്ട് എ ലൈൻ ആൻഡ് ദിസ് ലൈൻ മേക്സ് ആൻ അക്യൂട്ട് ആംഗിൾ വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്, ദെൻ ദ കോറിലേഷൻ ഈസ് പോസിറ്റീവ് ലീനിയർ. ഇനി അതേസമയം ഈ പോയിൻറ്റ്സ് വരുന്നത് ഇങ്ങനെയാണ് ക്ലസ്റ്റർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇഫ് ദ പോയിൻറ്റ്സ് ക്ലസ്റ്റർ അറൗണ്ട് എ ലൈൻ ആൻഡ് ഇഫ് ദിസ് ലൈൻ മേക്സ് ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ with the positive direction of x-axis, then it is the correlation is negative linear. Negative linear. If the points in the scatter diagram lie exactly on a line, കൃത്യമായിട്ട് നേരത്തെ ഒരു ലൈനിൻ്റെ ഷേപ്പിൽ കിടന്നത് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങനെയല്ല, കൃത്യമായിട്ടൊരു ലൈനായിട്ടാണ് കിടക്കുന്നതെങ്കിൽ then we say it is perfect linear. പെർഫെക്റ്റ് ലീനിയർ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇപ്പം ഞാൻ വരച്ചേക്കുന്ന പെർഫെക്റ്റ് പോസിറ്റീവ് ലീനിയറാണ്. പെർഫെക്റ്റ് ലീനിയറാണ്, അതിൻ്റെ കൂടെ പോസിറ്റീവാണ്. ഓക്കെ, പെർഫെക്റ്റ് പോസിറ്റീവ് ലീനിയറാണ്. അതേസമയം പെർഫെക്റ്റ് നെഗറ്റീവ് ലീനിയർ ആണെങ്കിൽ ഇഫ് ദ സ്കാറ്റർ ഡയഗ്രാം if the points in the scatter diagram lie exactly along a line and the line makes an obtuse angle with the positive direction of x-axis, then it is perfect negative linear. അടുത്തത് നോൺ ലീനിയർ ആണ്. ഇഫ് ദ പോയിൻറ്റ്സ് ഇൻ ദ സ്കാറ്റർ ഡയഗ്രാം ലൈ അലോങ് എ കർവ്, ഒരു കർവ് പോലെയാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു കർവ് പോലെ. ദ പോയിൻറ്റ്സ് ഇൻ ദ സ്കാറ്റർ ഡയഗ്രാം ലൈ അലോങ് എ കർവ്, then we can say that the relationship between the two variables is non-linear. Okay, ഇനി if the points in the scatter diagram does not exhibit any pattern, ഒരു പാറ്റേണും കാണിക്കുന്നില്ല, ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ ഒന്നും കാണിക്കുന്നില്ല, then we can say the variables are not correlated.